50% കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ കേസുകൾ പിടിക്കുന്നുണ്ടാവുള്ളൂ. മറ്റ് പല കേസുകളും വിട്ടുപോകുകയാണ്. MDMA പോലുള്ള കെമിക്കലുകൾ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം അത് നമ്മൾ രുചിക്കാനിടയായാൽ അതോടുകൂടി അതിൻ്റെ അഡിക്ഷൻ വരികയാണ്. MDMA ഒക്കെ വ്യാപകമാകുന്നത് അത്ര എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. സംസ്ഥാനത്ത് ലഹരി വ്യാപനം അത് അതിൻ്റെ പരമോന്നതിയിലേക്ക് എത്തുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ കടന്നു പോകുന്നത്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനത്ത് ഭാരതീയ ലഹരി മുക്തി മഞ്ച് ഇതിനെതിരെയുള്ള പ്രവർത്തനങ്ങളുമായി രംഗത്ത് വരുന്നുണ്ട്. അതിന് പിന്തുണ അറിയിച്ചുകൊണ്ട് മുൻ പോലീസ് മേധാവി കൂടിയായിരുന്ന TP സെൻകുമാർ ഫേസ്ബുക്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു അഭിപ്രായ പ്രകടനം നടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അദ്ദേഹത്തോട് തന്നെ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ, ഒരുപക്ഷെ സംസ്ഥാന പോലീസ് മേധാവി ആയിരുന്നതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മളോട് സംസാരിക്കാൻ കഴിയും. സാർ നമസ്കാരം, അമൃത ടിവിയിലേക്ക് സ്വാഗതം. സാർ, നമ്മുടെ ഈ സംസ്ഥാനത്തുണ്ടാകുന്ന ലഹരി വ്യാപനം അത് ഒരു അതിര് വിട്ടു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയാണ്. ആ രീതിയിലേക്ക് എത്തി എന്നൊരു ബോധ്യം വന്നതുകൂടിയായിരിക്കും അങ്ങ് ഇത്തരം ഒരു പിന്തുണ കൂടി അവർക്ക് അറിയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക. എന്താണ് ആ ഒരു കാര്യത്തിൽ അങ്ങേക്ക് പറയാനുള്ളത്? രാജ്യത്തെ ഇന്ന് ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന ഒരു വിഷയം ലഹരിയുടെ വ്യാപനമാണ്. സംസ്ഥാനത്ത് മാത്രമല്ല കേട്ടോ, ഇത് നമുക്ക് മിക്കവാറും എല്ലാ, ഇപ്പോൾ ബാംഗ്ലൂർ പോലുള്ള നഗരങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ലഹരിയുടെ വ്യാപനമുണ്ട്. അതുപോലെ മിക്കവാറും എല്ലാ സ്ഥലത്തും ഉണ്ട്. പഞ്ചാബ് ഇതുപോലുള്ള സ്ഥലങ്ങളിലും വളരെ വലിയ വ്യാപനം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലഹരി. അപ്പോൾ അത് ഏത് വിധേനയും ഇല്ലാതാക്കുക എന്നുള്ളത് ആണ് ഒന്നാമത്തെ ഒരു വലിയ പ്രശ്നം സംസ്ഥാന കേന്ദ്ര സർക്കാരുകൾക്ക് മുന്നിലുള്ളത്. ഇത് സംസ്ഥാന സർക്കാരിൻ്റെ ഒരു വലിയ പ്രശ്നമായിട്ട് വരാനായിട്ട് കാരണം എന്ന് വെച്ചാൽ പോലീസൊക്കെ സംസ്ഥാന സർക്കാരിൻ്റെ കീഴിലായതുകൊണ്ടാണ്. പക്ഷേ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ പോലുള്ള കേന്ദ്ര ഏജൻസികളുണ്ട്. അപ്പോൾ അവർക്കും ഇതിൽ കാര്യമായിട്ട് ഇടപെടാൻ പറ്റും. പക്ഷേ ഇതിലെല്ലാം സംഭവിക്കുന്നതെന്ന് വെച്ചാൽ മിക്ക സമയങ്ങളിലും ഇതിൽ ഡ്രഗ് കൊണ്ടുവരുന്ന അല്ലെങ്കിൽ ക്യാരി ചെയ്യുന്നവരെ മാത്രമാണ് നമ്മുടെ കയ്യിൽ കിട്ടുന്നത്. ഇതിൻ്റെ പുറകിലുള്ള കോൺസ്പിറസി നടത്തുന്നവരും ഇതിലേറ്റവും കൂടുതൽ പണമുണ്ടാക്കുന്നവരുമായിട്ടുള്ള മെയിൻ ഹെഡ്സിനെ അവരെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് ഒരു പ്രശ്നം. അതോടൊപ്പം ഇത്തരം കേസുകൾ കോടതിയിൽ വന്നാൽ പലപ്പോഴും ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് വിട്ടുപോകും. അതിൽ പ്രധാന ഒരു കാരണം എന്ന് വെച്ചാൽ ഇതിൽ ഒന്ന് സ്മോൾ ക്വാണ്ടിറ്റിയുടെ കാരണം. അപ്പോൾ സ്മോൾ ക്വാണ്ടിറ്റിയിലെല്ലാം എല്ലാവർക്കും ബെയിലബിൾ ഒഫൻസസ് ഒക്കെയാണ്. പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പേഴ്സണൽ സെർച്ചിനുള്ള ബുദ്ധിമുട്ട് എന്ന് പറയുന്നത് മജിസ്ട്രേറ്റിൻ്റെയോ അതല്ലെങ്കിൽ ഒരു ഗസറ്റഡ് ഓഫീസറുടെയോ ഒക്കെ സാന്നിധ്യത്തിൽ മാത്രമേ ആ പേഴ്സണൽ സെർച്ച് നടത്താൻ പറ്റുള്ളൂ എന്നൊരു ബുദ്ധിമുട്ടുണ്ട്. മാറിയ സാഹചര്യങ്ങളിൽ എനിക്ക് തോന്നുന്നത് ഈ സ്മോൾ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിലും അതിൻ്റെ ക്വാണ്ടിറ്റി വലുതാക്കുക. ഇപ്പോൾ 1 കിലോ കഞ്ചാവ് എന്നൊക്കെ പറയുന്നത് അത് കുറച്ചു കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 100 ഗ്രാമോ അല്ലെങ്കിൽ 50 ഗ്രാമോ എന്തെങ്കിലും ആക്കുക. അതുപോലെ ഈ ഒരാളെ സെർച്ച് ചെയ്യുന്നതിന് സ്ഥലത്തെ പ്രധാനപ്പെട്ട 1-2 സാക്ഷികളും ആ സാക്ഷികൾ കൂടി ഉൾപ്പെടുന്ന രീതിയിൽ വരുന്ന ഒരു വീഡിയോ കൂടി അതിൽ ആ വീഡിയോ എവിഡൻസായിട്ട് എടുക്കാനായിട്ട് കോടതി ആ നിയമത്തിൽ മാറ്റം വരുത്തുക. അങ്ങനെയുള്ള മാറ്റങ്ങൾ കൂടി വന്നാൽ മാത്രമേ ഇത്തരം കേസുകളിൽ ഏതൊരു ഏജൻസിക്കും കൂടുതൽ എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കാൻ സാധിക്കുള്ളൂ. അപ്പോൾ നമ്മൾ സാങ്കേതിക രംഗത്ത് വന്നിരിക്കുന്ന മാറ്റങ്ങൾ തീർച്ചയായിട്ടും ഈ രംഗത്ത് ഉപയോഗിക്കാനായിട്ട് ഉതകുന്ന വിധത്തിൽ നിയമങ്ങൾ മാറ്റേണ്ടതുണ്ട്. 29,000 കേസുകളാണ് ഈ കഴിഞ്ഞ വർഷം മാത്രം. ഓരോ വർഷം കൂടുന്തോറും കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിച്ചു വരുന്നുണ്ട്. 29,000-ഓളം കേസുകൾ കഴിഞ്ഞ വർഷമുണ്ടായി. അതിൽ തന്നെ 27,000-ഓളം അറസ്റ്റുകളുടെ എണ്ണവും ഉണ്ട്. അത്രത്തോളം തന്നെ അറസ്റ്റുകളുടെ എണ്ണവുമുണ്ട്. പക്ഷേ ഇത് സാർ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇതല്ല ഇതിൻ്റെ ഒറിജിൻ എന്നത് വളരെ കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഈ പോലീസിൻ്റെയും അതുപോലെ തന്നെ സർക്കാരിൻ്റെയും വിവിധ ഹെൽപ്പ് ലൈനുകളുണ്ട്. സ്കൂൾ തലത്തിൽ തന്നെ യോദ്ധാവ് എന്ന് പറയുന്ന പദ്ധതി അടക്കമുണ്ട്. അവയൊക്കെ ആക്റ്റീവായി തന്നെ ഇപ്പോഴും പോകാൻ കഴിയുന്നുണ്ട്. അതാണോ ഈ കേസുകളുടെ എണ്ണം ഇങ്ങനെ വർദ്ധിക്കാനുള്ളൊരു കാരണം, അതോ ഇതിൽ കൂടുതൽ കേസുകൾ ഇപ്പോഴും ഉണ്ടോ? ഇതിൽ കൂടുതൽ കേസുകൾ കാണും. എനിക്ക് തോന്നുന്നത് ഒരു 50% കേസുകൾ നമ്മൾ പിടിക്കുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അതിൽ താഴെ കേസുകളെ പിടിക്കുന്നുണ്ടാവുള്ളൂ. മറ്റ് പല കേസുകളും വിട്ടുപോകുകയാണ്. അതുകൊണ്ടാണ് നമുക്ക് ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് കൊലപാതകങ്ങൾ, ആക്രമണങ്ങൾ, അതുപോലെയുള്ള പ്രവൃത്തികൾ വളരെയധികം കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത് മറ്റ് മേഖലകളിൽ. ഇപ്പോൾ അമ്മയെ കൊല്ലുന്നു, അച്ഛനെ കൊല്ലുന്നു, അതുപോലെ വീടുകളിൽ ആക്രമണം നടത്തുന്നു, നാട്ടുകാരെ ആക്രമണം നടത്തുന്നു. അതുപോലെ കുറേയധികം കേസുകൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഡ്രഗ് അഡിക്ഷൻ കൊണ്ട് അവർക്ക് കൺട്രോളില്ലാതെ നിൽക്കുകയോ അല്ലെങ്കിൽ വിഡ്രോവൽ സിംറ്റംസിൽ പോവുകയോ ചെയ്യുന്ന, ഡ്രഗ് കിട്ടാതെ അങ്ങനെ പോകുന്ന സമയത്താണ്.
അപ്പോൾ ഇത്തരം കേസുകളിൽ വാസ്തവത്തിൽ ഇങ്ങനെയുള്ളവരെ കൊണ്ടുവന്ന് കൗൺസിലിംഗ് കൊടുത്തിട്ട് കാര്യമില്ല, അവരെ സൈക്യാട്രിക് ട്രീറ്റ്മെൻറ്റിന് വിധേയരാക്കിയിട്ട് അവർക്ക് മരുന്ന് കൊടുത്ത് ട്രീറ്റ് ചെയ്യുന്ന സംവിധാനങ്ങൾ കൂടുതലുണ്ടായാൽ മാത്രമേ അവരെ ഇതിൽ നിന്ന് മാറ്റിയെടുക്കാൻ സാധിക്കുള്ളൂ. അതോടൊപ്പം ഈ ചെയിൻ, അതായത് നമുക്ക് ലാസ്റ്റ് കിട്ടുന്ന പിടുത്തം കിട്ടുന്ന ആൾക്കാരിൽ നിന്ന് അതിൻ്റെ അടുത്ത കണ്ണിയിലേക്ക് പലപ്പോഴും അവർക്ക് അറിയാൻ പറ്റില്ല. നിങ്ങൾക്ക് ഇന്ന സ്ഥലത്ത് ചെന്നാൽ ഇന്ന സ്ഥാനം കിട്ടും എന്ന് മാത്രമേ ഒരു പക്ഷേ പറയുള്ളൂ. പക്ഷെ അതൊക്കെ നമ്മൾ കഴിയുന്നതും സാങ്കേതിക വിദ്യകൾ ഫോണിൽ എങ്ങനെയാണ് മെസ്സേജ് വന്നിരിക്കുന്നത് അതൊക്കെ ഉപയോഗിച്ച് ഇതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ കുറേയും കൂടി കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങളുണ്ടാകണം. പിന്നെ അവരുടെ പ്രോപ്പർട്ടിയൊക്കെ എപ്പോഴും പിടിച്ചെടുക്കാനൊക്കെ അധികാരമുണ്ട്, പക്ഷെ അതൊന്നും മുഴുവൻ പ്രോപ്പറായിട്ട് നടക്കുന്നില്ല. പക്ഷേ ഇതിൽ എനിക്ക് ഏറ്റവും കൂടുതലായിട്ട് പറയാനുള്ളത് നിയമങ്ങളിൽ വരേണ്ട ഒരു മാറ്റങ്ങളാണ്. സ്മോൾ ക്വാണ്ടിറ്റി കുറച്ചുകൂടി വളരെ ചെറുതാക്കി കൊണ്ടുപോകണം. അതോടൊപ്പം ഈ സെർച്ചിന് വെച്ചിരിക്കുന്ന കണ്ടീഷൻസ് ഓഫ് ലോ, കാരണം അതിൽ ഏതെങ്കിലും ഒരു ചെറിയ വയലേഷൻ ഉണ്ടായാൽ കോടതിയിൽ അപ്പം വിട്ടുപോവുകയാണ് ചെയ്യുക. അപ്പോൾ ആ പ്രതികളെല്ലാം കൈമീശി നടക്കുമ്പോൾ അവർക്ക് കുറേ കൂടി ധൈര്യം കിട്ടുകയാണ് ഇത് പിടിച്ചാലും ഇത്രയേ ഉള്ളൂ എന്നുള്ളത്. അപ്പോൾ അത് ഒന്ന് മാറ്റിയിട്ട് ഒരു വീഡിയോ റെക്കോർഡിങ്ങിൻ്റെ സഹായത്തോടെ പിടിക്കുന്നത്, ആ വീഡിയോ unedited video, original video, that should be given to the court. That can be taken as an evidence along with 1 or 2 witnesses inside that. ഒരാൾ വീഡിയോ പിടിക്കുന്ന സമയത്ത് നിങ്ങൾക്കിപ്പോൾ ടി വിയിൽ ഇത് കൃത്യമായിട്ട് അറിയാൻ പറ്റുമല്ലോ, കൂടി ആ സമയത്തുള്ള 2 വിറ്റ്നസ്സിനെ വെച്ചിട്ട് ഇങ്ങനെയാണിത് പിടിച്ചതെന്നുള്ളത് അവർ പറയുകയാണെങ്കിൽ. അല്ലാതെ എല്ലാ സമയത്തും ഈ ഗസറ്റഡ് ഓഫീസേഴ്സിനെയോ മജിസ്ട്രേറ്റിൻ്റെയോ ആവശ്യമൊന്നും ഉണ്ടാകരുത്. ഇത്തരം വീഡിയോസ് ഷുഡ് ബി സഫിഷ്യൻറ്റ് ടു ഗെറ്റ് ഹിം. അപ്പോൾ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ പോലും അത് പിടിക്കാൻ സാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഉപകരണങ്ങൾ കൂടുതൽ ഉപയോഗിക്കാൻ ആണെങ്കിൽ കുറേ കൂടി എഫക്റ്റീവായിട്ട് ഇവരുടെ കേസുകൾ കോടതിയിൽ വിട്ടുപോകാതെ കൊണ്ടുനടക്കാൻ സാധിക്കും. കോടതിയിൽ കേസുകൾ പോകുന്നതാണ് അവർ തന്നെ പുറത്തു വന്ന് വീണ്ടും ഇത്തരം കാര്യങ്ങൾ തുറന്നു പോകാനായിട്ട് കാരണം വരുന്നത്. മറ്റൊന്നുള്ളത്, പലപ്പോഴും ഈ കേസുകൾ പിടിക്കപ്പെടുന്നു, സാർ ഇപ്പോൾ സൂചിപ്പിച്ചാണ്, കേസുകൾ പിടിക്കപ്പെടുന്നു. അവ ഒരുപക്ഷെ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന ആളുകൾ ഇടപെട്ടുകൊണ്ട് അതിനെ വളരെ കുറച്ച് നേരത്തെ പോയ ചെറിയ ക്വാണ്ടിറ്റി ആക്കി മാറ്റി അത് മാറ്റുക, അങ്ങനെ ഒരു പ്രവണത ഉണ്ടോ ഇതിൽ? അങ്ങനെയില്ല. ഇത്തരം കേസുകളിലൊന്നും അധികം പേരും സ്വാധീനം ചെലുത്താറില്ല. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് ഇപ്പോൾ സ്കൂളുകളിൽ PTA വളരെ നന്നായിട്ട് ശ്രദ്ധിക്കണം, അധ്യാപകർ അതിൽ നന്നായിട്ട് ശ്രദ്ധിക്കണം. ഇപ്പോൾ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ഉണ്ടായിരുന്ന സമയത്ത് വളരെ എഫക്റ്റീവായിരുന്നു. ഇപ്പോൾ ആ സ്റ്റുഡൻറ്റ് പോലീസ് കാഡറ്റ് ഉണ്ടെങ്കിൽ അത് പേരിന് മാത്രമാണ്. അപ്പോൾ അങ്ങനെയുള്ള സംവിധാനങ്ങൾ കൂടുതൽ വ്യാപിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവിടെ മാറ്റങ്ങൾ ഉണ്ടായാൽ, അതുപോലെ ഈ കൗൺസിലേഴ്സ് ഉണ്ട് സ്കൂളുകളിലും ബാക്കി എല്ലായിടത്തും. അപ്പോൾ അവിടെ കൊടുത്താൽ അത് ലോക്കൽ പോലീസിനോ എവിടെ വിവരം കിട്ടിയാൽ അവർ ഇമ്മീഡിയറ്റായിട്ട് ആക്ട് ചെയ്യണം. അപ്പോൾ അത് എൻഷുർ ചെയ്യാനായിട്ടുള്ള സംവിധാനം വേണം. അതിപ്പോൾ എക്സൈസ് ആയാലും അതുപോലെയുള്ള പോലീസായാലും പെട്ടെന്ന് ആക്ട് ചെയ്യാനായിട്ട് അവർക്കൊരു നിർദ്ദേശം ഉണ്ടാകണം. ഇങ്ങനെ ഏതെങ്കിലും സ്കൂളിൻ്റെ പരിസരത്ത് ഉണ്ടാകണം. അതുപോലെ സ്കൂളിൻ്റെ പരിസരത്ത് ഇതുണ്ടെങ്കിൽ നാട്ടുകാരും രക്ഷിതാക്കളും ചേർന്നുള്ള സംഘങ്ങൾക്ക് അത് അറിവ് ഉണ്ടാകും. അവർ ധൈര്യപൂർവ്വം ഇത് പുറത്ത് പോലീസിലും മറ്റും അറിയിക്കാനുള്ള സംവിധാനങ്ങളുണ്ടാകണം. അതിനുള്ള നമ്പേഴ്സ് എഫക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഇടയ്ക്കിടയ്ക്ക് അതിൻ്റെ സീനിയർ ഹെഡ്സ് ഓഫ് ദി ഡിപ്പാർട്ട്മെൻറ്റ് വെരിഫൈ ചെയ്യണം. ഇപ്പോൾ ഞാനൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എല്ലാ ദിവസവും ഞാൻ കാലത്ത് വന്ന് ആദ്യം ചെയ്യുന്നത് ഇത്തരത്തിലുള്ള എല്ലാ നമ്പേഴ്സും പേഴ്സണലായിട്ടൊന്ന് ചെക്ക് ചെയ്യുകയാണ്, ഇത് വർക്ക് ചെയ്യുന്നില്ല എന്ന്. കാരണം നമ്മൾ നമ്പർ കൊടുത്തിട്ട് കാര്യമില്ല, അവിടെ ആളുണ്ടോ, വിളിച്ചാൽ എടുക്കുന്നുണ്ടോ, അവർക്ക് ആർക്കെങ്കിലും കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ അത് നടക്കുകയില്ല എന്നുള്ളത് എല്ലാ ദിവസവും ഒന്ന് എഫക്റ്റീവായിട്ട് ചെക്ക് ചെയ്ത് വെരിഫൈ ചെയ്ത് വെച്ചിരിക്കണം. എന്നാലേ പബ്ലിക് വിളിക്കുമ്പോൾ അതിന് ഒരു റെസ്പോൺസ് ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ള കാര്യങ്ങൾ നന്നായിട്ട് ചെയ്യണം. സാർ നേരത്തെ സൂചിപ്പിച്ചാണ് ഈ ഇത്തരം ഗ്രൂപ്പുകളുണ്ട്, ഇതിനെതിരെ പ്രവർത്തിക്കുന്ന ഗ്രൂപ്പുകൾ. ആ ഗ്രൂപ്പുകളിൽ ഇതിൻ്റെ കാരിയേഴ്സ് അല്ലെങ്കിൽ അതുപോലെ ഇതുമായി ബന്ധപ്പെട്ട ആളുകൾ നുഴഞ്ഞു കയറുന്ന ഒരു സാഹചര്യം അത് അങ്ങനെ ഉണ്ടാകാൻ അത് സാധ്യതയുണ്ട്. പലപ്പോഴും ഇപ്പോൾ നേരത്തെ പറഞ്ഞ മഞ്ചിൻ്റെ കാര്യത്തിലൊക്കെ പറയുമ്പോൾ പലപ്പോഴും ഇങ്ങനെയുള്ള ആൻറ്റി ഡ്രഗ് ഗ്രൂപ്പുകളിൽ ഈ ഡ്രഗിൻ്റെ ആൾക്കാർ കൂടി നുഴഞ്ഞു കയറിയിട്ട് അവർ വലിയ ഡ്രഗിൻ്റെ എതിരാളികളായിട്ട് അഭിനയിച്ച് നടക്കുകയും അതേസമയം ഒരു വശത്ത് ഡ്രഗിൻ്റെ ബിസിനസ്സിന് സഹായം ചെയ്യുകയും ചെയ്യുന്ന ഒരു പ്രവണത ചിലപ്പോഴൊക്കെ കാണാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൽ ഉണ്ടാകുന്ന ഈ പൗരന്മാരിൽ നിന്നുള്ള ആ സംഘങ്ങൾക്ക് നമ്മൾ പ്രത്യേകം ശ്രദ്ധ കൊടുക്കണം. അതിൽ ഒരു കാരണവശാലും ഇത്തരത്തിലുള്ള ഗ്രൂപ്പുകൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളത്.
ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടി, ഈ ഡ്രഗ് അഡിക്റ്റഡ് ആയിട്ടുള്ള ആളുകളെ മാറ്റുന്നതിനാണ് ഈ കൗൺസിലിംഗ് സെന്ററുകളും അതുപോലെ തന്നെ ഈ എല്ലാ 14 ജില്ലകളിലും ഗവൺമെന്റ് ആശുപത്രികൾ കേന്ദ്രീകരിച്ച് ഇത്തരം വിമുക്തി കേന്ദ്രങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവ എത്രത്തോളം എഫിഷ്യൻ്റ് ആണ് എന്ന് നമുക്ക് കൃത്യതയില്ല, എങ്കിൽ തന്നെയും അവയുടെ പ്രവർത്തനങ്ങൾ കൂടുതലാക്കേണ്ടതിൻ്റെ ഒരു ആവശ്യം. തീർച്ചയായിട്ടും നമ്മൾക്ക് ഏകദേശം ഒരു വാർഡിലോ അല്ലെങ്കിൽ ഒരു പഞ്ചായത്തിലെങ്കിലും ഒരു നല്ല സെൻറ്റേഴ്സ് ഉണ്ടാകണം. അവിടെ മെഡിസിൻ ലഭ്യമായിരിക്കണം. അതായത് കൗൺസിലിംഗ് കൊടുത്തത് മാറ്റാൻ പറ്റില്ല, കാരണം ഒരാളുടെ ബ്രെയിനിന് സംഭവിച്ചിരിക്കുന്ന മാറ്റമാണ്. അപ്പോൾ അത് മാറ്റി തിരിച്ചെടുക്കണമെങ്കിൽ അയാൾക്ക് മരുന്ന് കൊടുത്തേ പറ്റുള്ളൂ. അപ്പോൾ ആ മരുന്ന് കൊടുക്കാനുള്ള സൈക്കാട്രിക് ഡ്രഗ്സ് ഏതാണ് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ ഡ്രഗ്സ് കൊടുത്ത് അത് മാറ്റിയെടുക്കാനായിട്ട് നമ്മൾ ശ്രദ്ധിച്ചാൽ മാത്രമേ ഇതിൽ ഉൾപ്പെട്ടവരെ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കുള്ളൂ. തീർച്ചയായും ഒരു സമൂഹത്തിൻ്റെ മാറ്റം എന്ന് പറയുന്നത് അത് തുടങ്ങേണ്ടത് കുടുംബങ്ങളിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ശരിക്കും സാർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷിതാക്കൾക്ക് തന്നെയാണ് ഇതിനൊരു പ്രധാന റോൾ വഹിക്കാൻ കഴിയുക അല്ലേ, തുടക്കത്തിലാണെങ്കിൽ. പക്ഷേ ഇപ്പോഴത്തെ കുട്ടികളുടെ കാര്യത്തിൽ വളരെ രക്ഷിതാക്കൾ മാത്രമായിട്ട് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവർക്ക് സഹായം കൊടുക്കണം. അവർക്ക് ഇങ്ങനെ ഒരു സംശയം വന്നാൽ ഇതേപോലെ ഇമ്മീഡിയറ്റായിട്ട് ഈ മാറ്റങ്ങൾ വെറുതെ ഇരിക്കുക. അതുപോലെ അതിപ്പം മൊബൈൽ ഫോണിനും ഇതേപോലെയുള്ള കുറേ മാറ്റങ്ങളുണ്ട് കേട്ടോ. മൊബൈൽ ഫോണും കൂടി വന്നതോടുകൂടി ഇത് വളരെയധികം സ്ഥലങ്ങളിൽ എളുപ്പം കിട്ടുന്ന ഒരു സ്ഥിതിയായിട്ടുണ്ട്. അപ്പോൾ മൊബൈൽ ഫോൺ, ഡ്രഗ്സ് ഇതെല്ലാം ഇൻ്റർ കണക്റ്റഡ് ആണ്. അപ്പോൾ അത് ചെറിയ മാറ്റങ്ങൾ കണ്ടാൽ ഉടനെ ഒരു സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ട് അതിനെ പരിശോധിപ്പിക്കാനും അതുപോലെ ആവശ്യത്തിനുള്ള ഡ്രഗ്സ് കൊടുക്കാനുമായിട്ടുള്ള ഇതുണ്ടാക്കണം. അതിലൊരു നാണക്കേട് വിചാരിക്കരുത്. അപ്പോൾ അങ്ങനെയുള്ള മരുന്നുകൾ കൊടുത്ത് തന്നെ മാറ്റേണ്ട കാര്യങ്ങളാണിത്. അതല്ലാതെ അനിശ്ചിതമായിട്ടത് മാറ്റുകയോ അവനെ എന്ത് ചെയ്യാനാണ് അല്ലെങ്കിൽ അവളെ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ച് മാതാപിതാക്കൾ ഇരിക്കുകയോ ചെയ്യരുത്. അങ്ങനെയുള്ള മാതാപിതാക്കൾക്ക് PTA-കളും അവിടെയുള്ള അതുപോലെ റെസിഡൻ്റ് അസോസിയേഷനുകളും അവർക്കെല്ലാം ഏറ്റവും നന്നായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു മേഖലയാണിത്. കാരണം ഇതും പിന്നീട് വായു മലിനീകരണവുമാണ് നമ്മളെ ബാധിക്കുന്ന ഏറ്റവും വലിയ 2 പ്രശ്നങ്ങൾ. അപ്പം അവനവൻ തന്നെ ഇതിന് അവെയർ ആവുക, അവനവൻ തന്നെ ഇതിനെ എതിർക്കുക എന്നതാണ് സാറ്. അത് ആദ്യമേ പറയണം. അതായത് ഒരിക്കൽ പോലും ഇത് ടേസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയോ ടേസ്റ്റിന് ഇടവരുത്തുകയോ ചെയ്യരുത്. 1-2 പ്രാവശ്യം ടേസ്റ്റ് ചെയ്തതിന് പ്രത്യേകിച്ച് കെമിക്കൽ MDMA പോലുള്ള കെമിക്കലുകൾ 1 പ്രാവശ്യം 2 പ്രാവശ്യം അത് നമ്മൾ രുചിക്കാൻ ഇടയായാൽ അതോടുകൂടി അതിൻ്റെ അഡിക്ഷൻ വരികയാണ്. അപ്പോൾ അത് ഒരിക്കലും ഉണ്ടാക്കാത്ത വിധത്തിൽ ഇത് ഉണ്ടാകണം. പ്രത്യേകിച്ച് കോളേജുകൾ, സ്കൂളുകൾ, അതുപോലെയുള്ള പൊതുവായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ സിനിമാ തിയേറ്റേഴ്സ് ഇതേപോലെയുള്ള കേന്ദ്രങ്ങളിൽ, അതുപോലെ ഇപ്പോൾ പലയിടത്തും ഈ നമ്മുടെ അന്യസംസ്ഥാന ജീവനക്കാരുള്ള പെരുമ്പാവൂർ പോലുള്ള സ്ഥലങ്ങളിൽ ഇത് വളരെയധികം കൂടുതൽ കാണുന്നുണ്ട്. അതെല്ലാം നമ്മൾ ശ്രദ്ധിക്കേണ്ട സ്ഥലങ്ങളാണ്. അപ്പോൾ അത്തരം ശ്രദ്ധ കൂടി അടിയന്തരമായിട്ടല്ല, അത് കണ്ടിന്യൂസ് ആയിട്ട് തുടർച്ചയായിട്ടുണ്ടാകണം. ശിക്ഷയുടെ കാര്യത്തിൽ അങ്ങ് ഒരു കാര്യം വ്യക്തമാക്കി, ശിക്ഷ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശിക്ഷ വരുന്നതുമായി ബന്ധപ്പെട്ട്. ഒപ്പം തന്നെയാണ് ഇതിൻ്റെ വരവ് തടയുന്നതിന് വേണ്ട ലെവലിലുള്ള ഒരു രീതി അത് കണ്ടെത്തി. നേരത്തെ സാർ ആദ്യം തന്നെ പറഞ്ഞു, ഈ ഏറ്റവും ലാസ്റ്റ് കണ്ണിയാണ് നമ്മൾ എത്തുക, അതിന് മുകളിലേക്ക് പോകാൻ കഴിയാത്തൊരു അത് ഒരു ഭരണ സംവിധാനത്തിൽ കൃത്യമായി ഇടപെടാൻ കഴിയുമോ? എങ്ങനെയാണ്? തീർച്ചയായിട്ടും അതിന് സാങ്കേതിക വിദ്യ പരമാവധി കൊടുക്കണം. പക്ഷേ ഇതിന് ഇപ്പോൾ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ആണ് ഇതിൻ്റെ കോർഡിനേറ്റിംഗ് ഏജൻസി കേന്ദ്ര തലത്തിൽ. അവർ വലിയ ക്യാച്ചൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ താഴെ തലങ്ങളിലേക്ക്, ഇത് സംസ്ഥാന തലങ്ങളിലേക്ക്, ഒന്നാമത്തേൽ പല കെമിക്കൽ മരുന്നുകളും ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിക്കും. പണ്ടൊക്കെ ഇത് പലതും ഇമ്പോർട്ട് ചെയ്യണമായിരുന്നു. ഇപ്പോൾ MDMA ഒക്കെ ഒരു ചെറിയ ലബോറട്ടറിയിൽ ഉണ്ടാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് വെച്ചുണ്ടാക്കുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് വ്യാപകമാകുന്നതിൻ്റെ ഒരു പ്രധാന കാരണം അതാണ്. MDMA ഒക്കെ വ്യാപകമാകുന്നത് അത്ര എളുപ്പത്തിൽ അവർക്ക് ഉണ്ടാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് കൂടിയാണ്. അപ്പോൾ അങ്ങനെ അവരെ പിടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവർക്ക് ജയിൽ ശിക്ഷയും അതോടൊപ്പം ഈ ട്രീറ്റ്മെൻറ്റും അവർക്കും കൊടുക്കണം, ഈ ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ ഒരു സംവിധാനം ഉണ്ടാക്കണം. എങ്കിൽ മാത്രമേ ഇതിനെ നമുക്ക് ഈ ഭീകരതയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനാകുള്ളൂ. ലഹരി മുക്തി എന്ന് പറയുന്നത് അവനവൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഉണ്ടാകേണ്ട ഒരു കാര്യമാണ്. അതിന് പിന്തുണ നൽകേണ്ടത് സർക്കാരും നിയമപരമായ പിന്തുണ നൽകേണ്ടത് പോലീസുമാണ്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ കേന്ദ്രതലത്തിൽ തന്നെ ഉണ്ടാകണം എന്ന കാര്യം കൂടിയാണ് അദ്ദേഹം ഓർമ്മപ്പെടുത്തുന്നത്. അദ്ദേഹത്തിനും അദ്ദേഹത്തിൻ്റെ സംഘടനയ്ക്കും എല്ലാവിധ ആശംസകളും നേരുന്നു.